നല്ല അടിപൊളി പടം, സൂപ്പർ പടം. പറയില്ല, എല്ലാം ഏത് വയസ്സിൽ ഏത് സ്ഥലത്ത് നിന്ന് എടുത്തു നോക്കിയപ്പോഴും കിടിലം. അടിപൊളി മ്യൂസിക്കൊക്കെ ഒന്നും പറയില്ല. മ്യൂസിക് എന്ന് വെച്ചാൽ ജീവി പ്രകാശം അഴിഞ്ഞാടി. പിന്നെ മേക്കിംഗ് ഒക്കെ എൻ്റെ ദൈവം ഇങ്ങനെ വിഷ്വൽ ട്രീറ്റ് ARS പ്ലസ് വലിയ സ്ക്രീനിൽ തന്നെ കാണണം. പൊങ്കൽ വിന്നറാണ് ബ്രോ. കാരണം ധനുഷിൻ്റെ ശിവരാജ് കുമാറിനേക്കാൾ നമ്മൾ എന്താണോ പ്രതീക്ഷിച്ചത് അത് തന്നെ കിട്ടിയിട്ടുണ്ട്. ഒരു വിഷ്വൽ ട്രീറ്റ് ആണ്, തിയേറ്റർ എക്സ്പീരിയൻസ് പടം. നമ്മൾ ആ ബാക്ക്ഗ്രൗണ്ട് ആയാലും GP പൊളിച്ചിട്ടുണ്ട്. പടം എന്തായാലും വെർത്താണ്. ക്ലൈമാക്സ് ഒക്കെ അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ട്. എല്ലാം ഇപ്പം ഏത് ഡിപ്പാർട്ട്മെന്റിലും കിടിലായിട്ട് ചെയ്തിട്ടുണ്ട്, ഒന്നും പറയില്ല. അടിപൊളി, ഒന്നും പറയില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഫുള്ള് എക്സ്പ്ലോഷനും കാര്യങ്ങളായിട്ട് കുറച്ച് ഡിസ്റ്റർബ്ഡും അങ്ങനെയൊക്കെയാണ്. മ്യൂസിക് ഒരു രക്ഷയില്ല. അതിപ്പോൾ മലയാളം ഫാമിലി ഓഡിയൻസ് കയറുമല്ലോ, അത് ഇതിപ്പം മൊത്തം നിറയും. ഇനി നാളെ മുതൽ ഹൗസ്ഫുൾ ആയിരിക്കും. ഒന്നും കണ്ടാണ് പാഷൻ എടുത്ത് ഇത് എന്ത് പറയാ, വലിയ സ്ക്രീനിൽ തന്നെ കാണണം. വലിയ സ്ക്രീൻ, നല്ല സൗണ്ട് ഉള്ള സ്ക്രീനിൽ തന്നെ കാണണം. ഞാൻ എക്സ്പെക്ട് ചെയ്തതിനെക്കാട്ടും കൂടുതൽ പടത്തിലുണ്ടായിരുന്നു. ധനുഷ് വെൽ ആക്ടഡ് ആണ്. ശിവണ്ണ, പ്രിയങ്ക എല്ലാവർക്കും റോളുണ്ട്. വയലൻസ്, ഫുൾ വയലൻസ് ആണ്. അപ് ടു എൻഡ് വരെ പടം എൻഗേജിങ് ആണ്. ഭയങ്കര ഇമോഷണലി കണക്റ്റഡ് ആക്കുന്ന മ്യൂസിക്. GP ഒരു രക്ഷയില്ലാത്ത മ്യൂസിക്കാണ്. 1001 ശേഷം ഇത്രയും നല്ലൊരു മ്യൂസിക് റീസെൻ്റ് ആയിട്ട് ഒന്നും വന്നില്ല. അത്രയ്ക്ക് കിടിലായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട്. അടിപൊളി പടം. ക്ലൈമാക്സ് പോർഷനൊക്കെ പക്കായിട്ട് എടുത്തിട്ടുണ്ട്. ഇൻ്റർവെൽ പോർഷനും എല്ലാം. ക്യാമറ എഡിറ്റിങ്ങും എല്ലാം അടിപൊളിയാണ്. കൊള്ളായിരുന്നു. തിയേറ്ററിക്കലാണ്. നമ്മൾ വിഷ്വലെല്ലാം സൂപ്പറായിട്ടുണ്ട്. മ്യൂസിക് കൊള്ളാം. പിന്നെ അതുപോലെ തന്നെ നല്ല ഇമോഷണൽ നല്ലപോലെ ക്യാച്ച് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഒരു സ്റ്റോറി നമുക്കെന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെന്ന് പറഞ്ഞാൽ ഒരു സ്റ്റോറി അങ്ങനെ വലിയ വ്യത്യാസമായിട്ടൊന്നുമില്ല. പക്ഷേ മേക്കിംഗ് എല്ലാം സൂപ്പറായിട്ടുണ്ട്. ധനുഷിൻ്റെ ഒരു തിരിച്ചുവരവായിട്ട് തന്നെ പറയാം. ഞെട്ടിക്കുന്നുണ്ട്. കാരണം നമുക്ക് ഇതൊരു കുറച്ച് ലെങ്ത് ഉണ്ട്. നമ്മളത് എൻഗേജ്ഡ് ആയിട്ട് നിർത്തുക. അങ്ങനെ വലിയ അങ്ങനെ ലാഗ് അങ്ങനെയൊന്നും തോന്നുന്നില്ല. നമ്മളത് പക്ക ആ ഒരു ഫീൽ തന്നെ കൊണ്ടുപോകും. വയലൻസ് ആണ് ആ പ്രതീക്ഷയിൽ പോയാൽ മതി. എൻ്റെ ജീവിതമായിട്ടോ ഇല്ല. അസുരനിലും കുറച്ചും കൂടെ വയലൻസ്. കണ്ണും പൂട്ടി ധൈര്യമായിട്ട് ടിക്കറ്റ് എടുക്കാം. അങ്ങനെ ചോദിച്ചാൽ ലാഗാണ് കുറച്ച്. പക്ഷെ കുഴപ്പമില്ല, ഒരു വൺ ടൈം വാച്ചബിളൊക്കെയാണ്, കുഴപ്പമില്ല. ടിക്കണായിട്ടൊന്നും അങ്ങനെ ഒരു ഇതൊന്നുമില്ല. പിന്നെ ശിവണ്ണയാണ് ഒരു സ്ക്രീൻ പ്രസൻസ് ആണ്, അടിപൊളിയാണ്. വേറെ ഒന്നുമില്ല, കണക്ട് ചെയ്യാൻ പറ്റണ ഇതൊന്നുമല്ല. പക്ഷെ നമ്മൾ മുമ്പും കണ്ടിട്ടുള്ള ഓരോ ജേണറൊക്കെ തന്നെയാണ്. കാണാൻ പറ്റണ പടം, വൺ ടൈം വാച്ചബിളാണ്. ധനുഷിൻ്റെ ഒരു മാസ് പെർഫോമൻസ് കിടിലമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം ഇതിൻ്റെ കൊറിയോഗ്രാഫി, ആക്ഷൻ കൊറിയോഗ്രാഫിയും സിനിമാറ്റോഗ്രാഫിയും ബ്രില്യൻറ്റ്. മറ്റേ ജിഗർദണ്ഡ 2ൻ്റെ ആക്ഷൻ കൊറിയോഗ്രാഫറാണ് ഇതും ചെയ്തിരിക്കുന്നത്. വളരെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഈ ഇൻ്റർവെല്ലിന് മുമ്പായിട്ടുള്ളൊരു 15 മിനിറ്റുള്ള ഒരു ഫൈറ്റ് സീൻ നീണ്ടുനിൽക്കുന്നുണ്ട്. നമുക്കൊരിക്കലും മടുക്കില്ല അത്. കാരണം ചേസിങ്ങും എല്ലാം കൂടെ ഉള്ളതാണ്. കിടിലമായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ഡ്രോൺ ഷോട്ട് എല്ലാം ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ഇതിലും ഈ പാരഞ്ജിത്തും മറ്റേ വെറ്ററിമാരനും ഒക്കെ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം തന്നെയാണ് ഇതിനകത്തും പറയുന്നത്. ജാതി രാഷ്ട്രീയം തന്നെയാണ് ഇതിലും മെയിനായിട്ട് പറയുന്നത്. ഈ ബ്രിട്ടീഷുകാരുടെ നിന്നുള്ള ഫ്രീഡം അല്ല വേണ്ടത്, ഇവിടെയുള്ള നാട്ടുരാജാക്കന്മാരുടെ നിന്നുള്ള ഒരു ഫ്രീഡമാണ് വേണ്ടതെന്ന് പറയുന്നൊരു ആശയം അത് കൃത്യമായിട്ട് കൺവേ ചെയ്യുന്നുണ്ട്. വളരെ ലെങ്തിയാണ്, പക്ഷേ എന്നാലും അത് ഫീൽ ചെയ്യില്ല. നമുക്ക് ആ സ്ക്രീനിൽ നിന്ന് കണ്ണെടുക്കാൻ തോന്നാത്ത രീതിയിൽ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ നല്ല വർക്ക്. പിന്നെ ഈ പറഞ്ഞ പോലെ ഇയാൾ ധനുഷ് ഓഡിയോ ലോഞ്ചിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊരു വലിയ സ്കെയിലുള്ളൊരു വർക്കാണെന്നുള്ളത്, സിനിമയാണെന്നുള്ളത്. അത് തന്നെയാണ് ഇതിനകത്തും കാണാൻ കഴിയുന്നത്. ഒരു വലിയ സ്കെയിലുള്ളൊരു സിനിമ തന്നെയാണ്. ആർട്ടിസ്റ്റുകളുണ്ട്, അതുപോലെ അത്രയും വലിയ ഫൈറ്റ് സീനാണ്. ഫൈറ്റ് സീനുകളെല്ലാം വലിയ രീതിയിലുള്ളതാണ്. ഈ പൊട്ടിത്തെറിയും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ കൂടിയും വലിയ രീതിയിലുള്ള ഫൈറ്റ് സീനുകളാണ്. ക്ലൈമാക്സ് അതെല്ലാം, പിന്നെ എല്ലാ അപ്പിയറൻസുകളും, അതായത് വന്ന ഗസ്റ്റ് അപ്പിയറൻസുകളെല്ലാം മികച്ചതായിരുന്നു. നല്ല ഒരു ധനുഷിൻ്റെ ഒരു ലെവലിലേക്ക് പോകുന്നതിൻ്റെ കഴിഞ്ഞ തവണ ഇറങ്ങിയ പടങ്ങൾ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ആ ഒരു ലെവലിലേക്ക് എത്തുന്നത് എല്ലാം ബ്ലോക്ക് ബസ്റ്റർ ആയിരുന്നു മുമ്പുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ ഇതും മാറും. കിട്ടില്ല പടം കൊള്ളാം, നൈസായിട്ടുണ്ട്. ധനുഷിൻ്റെ ഒരു ഗ്യാപ്പിന് ശേഷം ഒരു തിരിച്ചുവരവെന്ന് തന്നെ പറയാം. അങ്ങനത്തെ ഒരു രീതിക്കാണ്. തിരക്കഥയില്ല, അത് പക്കായിട്ട് പറയാം. തിരക്കഥ എന്നൊരു സാധനമില്ല. കൂടുതൽ യുദ്ധത്തിന് പ്രാധാന്യം കൊടുത്തുള്ള ഒരു മൂവിയാണ്. അത്യാവശ്യം ഏറ്റവും പിന്നെ എടുത്തു പറയുന്നത് GV പ്രകാശിൻ്റെ വൻ തിരിച്ചുവരവാണ്. പുള്ളിക്കാരൻ ചെയ്തതിൽ ഏറ്റവും കരിയർ ബെസ്റ്റ് ആയിട്ടുള്ള സാധനമാണ്. BG ആണെങ്കിൽ മ്യൂസിക് ആയാലും അനിരുദ്ധിനെ പൊട്ടിക്കാൻ ഇനി പുള്ളിക്കാരന് കഴിയും തെളിയിച്ച ഒരു പടം തന്നെയാണ്. അത് പറയാം മ്യൂസിക്കിൻ്റെ കാര്യത്തിൽ. ശിവരാജ് കുമാറിൻ്റെ ജയിലിന് ശേഷം ഒരു കം ബാക്ക് എന്ന് തന്നെ പറയാം. നല്ല രീതിക്ക് തന്നെ വന്നിട്ടുണ്ട്. അത് ഓഡിയൻസിനെല്ലാം കണ്ടിരിക്കാൻ പറ്റിയ സാധനങ്ങളൊക്കെ ഉണ്ട്. വിധം വെടിക്കെട്ടാണ്. ധനുഷിന് ഒരു ഹോളിവുഡ് ലെവലാണ് പടം കൊണ്ടുപോകുന്നത്. ഡയറക്ടർ അങ്ങനത്തെ രീതിക്കുള്ളൊരു ലെവലാണ് ചെയ്തിരിക്കുന്നത് തമിഴിൽ. അതൊരു നമുക്കൊരു പുതുമ ഫീൽ ചെയ്തിട്ടുണ്ട് അതിൻ്റെ അകത്ത്. എന്തായാലും ഒരു നല്ലൊരു കംബാക്ക് തന്നെ എല്ലാം കൊണ്ട്. ഒരു പൊങ്കൽ വിന്നർ ആവാൻ നല്ല സാധ്യതയുണ്ട് ഈ പടം. ഇനിയല്ല, ഇനി അയലൻ കൂടെ ഉണ്ട്. ഇനിയിപ്പോൾ അത് ഞാൻ അടുത്ത കാണാൻ വേണ്ടി പോവുകയാണ്. എനിക്കെന്തായാലും ഇതൊരു ഫസ്റ്റ് വിന്നർ എന്ന് പറയാം. ധനുഷ് കൊണ്ടുപോയെന്ന് പറയാം. ആദ്യത്തെ ഞാൻ അറിഞ്ഞൂടാ, അതിനെക്കാട്ടി മേലെ നിൽക്കുക അയലാനെന്ന് കണ്ടിട്ട് പറയാം.